Good morning and welcome to George the Indian Farmer. ഈ നാട്ടുമ്പുറത്തിൻ്റെ നന്മകൾ എന്നൊക്കെ പറയുന്ന ഒരു സീനാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാര്യം ഇത് നാട്ടുമ്പുറമല്ല, തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടിൽ കുരിയച്ചിറ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ടൗണിൻ്റെ ഒരു ലിമിറ്റിൽ തന്നെ ഉള്ള സ്ഥലമാണ്. കോർപ്പറേഷൻ ഇതിൽ പെടുന്ന അതിൻ്റെ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഒരു കഷ്ടി ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചെറിയൊരു ഫാം ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അതൊരു ഫാമായിരുന്നു എന്നുള്ളത് തോന്നില്ല എന്നുണ്ടെങ്കിലും എൻ്റെ തന്നെ ഫേസ്ബുക്കിൽ ഗ്രീൻ കുരിയച്ചിറ എന്ന് പറഞ്ഞിട്ട്, കുരിയച്ചിറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ഗ്രീൻ കുരിയച്ചിറ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ ഇതിൻ്റെ ഒരു 5-6 കൊല്ലം മുന്നത്തെ ഫാമായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോസ്, ഇതിലുണ്ടായിരുന്ന പച്ചക്കറികൾ, മെയിനായിട്ട് പച്ചക്കറികളായിരുന്നു. 360 ഡിഗ്രി വ്യൂ ആണത്. പക്ഷേ ഇപ്പോഴൊക്കെ തരിച്ച് കിടക്കണം കുറേയേറെ സ്ഥലം. കുറച്ച് സ്ഥലത്ത് കുറച്ച് കൃഷികളുണ്ട്, ഒരാൾ സിംഗിളായിട്ട് ഇപ്പോൾ അത് മാനേജ് ചെയ്യണത്. ഞാനും ഇതുപോലെ തന്നെ 19 അതിലേറെയും മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഗ്രീൻ കുരിയച്ചിറ എന്ന് പറഞ്ഞിട്ട് ഒരു ഇനിഷ്യേറ്റീവ്, അത് ഓർഗാനിക് ഫാമേഴ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 ഏക്കറോളം സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അവിടെ ആ കാണുന്നത് ഒരു പശുവിൻ്റെ തൊഴുത്താണ്. പശു ഇവിടെ ഈ ചെറിയൊരു കുളത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഷെഡ്, ഇവിടെ ഇതിന് നോട്ടക്കാരനൊരു ഒഡീഷയിൽ നിന്നുള്ളൊരു പയ്യനുണ്ട്, അവൻ്റെയാണ് ആ ഷെഡ് കാണുന്നത്. അപ്പോൾ ആ ഷെഡും ഈ തൊഴുത്തിൻ്റെയൊക്കെ അപ്പുറത്തുള്ള അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ പച്ചപ്പയർ കൃഷി, പിന്നെ ഈ കാണുന്ന പശു നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് നിറയെ വഴുതനയും വെണ്ടയും, പിന്നെ അതുപോലെ അതിൻ്റെ വലത്തെ വശത്ത് ആ താമസക്കാരൻ്റെ ആ ഷെഡിൻ്റെ ബാക്കിൽ മത്തൻ, കുമ്പളം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിറഞ്ഞ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഈ കാണുന്ന സ്ഥലത്ത് വാഴ കൃഷിയായിരുന്നു. ഇപ്പോൾ ഇവിടെ തരിച്ച് കിടക്കുകയാണ്. വാഴയും അതുപോലെ പപ്പായയും റെഡ് ലേഡി, അങ്ങനെ ഇതിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെ പറയാം ഉണ്ടായിരുന്നു. ഈ കുളത്തിൽ മീൻ കൃഷി ഉണ്ടായിരുന്നു, തിലാപ്പിയ. അപ്പോൾ ഈ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫെർട്ടിഗേഷൻ മെത്തേഡിൽ. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം നിറയെ വാരങ്ങളായിരുന്നു. വാരം ഇപ്പോൾ ഇവിടെ ഒക്കെ ചെടികൾ, പാഴ്ചെടികൾ വന്ന് മൂടിപ്പോയി. വാരങ്ങൾ ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ. ഇതിൽ നിറച്ച് മിളക്, അതുപോലെ ചീര, അങ്ങനെയുള്ള കൂർക്ക അപ്പുറത്ത് ഇപ്പോഴും കൃഷിയുണ്ട്, കപ്പ എല്ലാം കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞൾ നിൽക്കുന്നുണ്ട്. നോക്കാൻ ആളില്ലാതെ അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള കൃഷ്ണ തുളസിയാണ്. ആളില്ലാതെയും അങ്ങനെയൊക്കെ ആയിട്ട് ഈ സംരംഭം കൃഷികളിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ അതിലൊരു മെമ്പർ, ഒരു ശ്രീമാൻ ജയപ്രകാശ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഒരു പപ്പായ, ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് സ്ഥലത്ത് കൃഷികളുണ്ട്, അദ്ദേഹം കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇവിടെ മിളകാണ്. ഇപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഒരു മെമ്പർ ഈ ഈസ്റ്റേണിൻ്റെ വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ വെള്ളം വയ്ക്കുന്ന വലിയ ബോട്ടിൽസ് 20 ലിറ്ററിൻ്റെ, അതിൻ്റെ കട്ട് ചെയ്തിട്ട് അതിലാണ് ഇപ്പോൾ കൃഷി. അത്യാവശ്യം മിളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു ഇത്. കുറേ വർഷങ്ങളായിട്ട് തരിച്ച് കിടന്നിരുന്ന മണ്ണാണ്. ഇവിടെ എന്തോ കുറേയേറെ വർഷം മുമ്പ് പാടം പോലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇത് കൂർക്കയാണ്. കൂർക്ക പറക്കാറ് അതിൻ്റെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂർക്ക കൃഷി, അതുപോലെ കുറച്ച് മിളക്, ഇതാണിപ്പോൾ കൃഷിയിലുള്ളത് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം തൃശ്ശൂർ ബാനർജി ക്ലബ്ബിൽ ഞായറാഴ്ച ദിവസം ഓർഗാനിക് ഫാമേഴ്സിൻ്റെ, നിങ്ങൾക്ക് ഇവിടെ തൃശ്ശൂരുള്ളവർക്ക് അറിയുണ്ടാവും, ഓർഗാനിക് ഫാമേഴ്സിൻ്റെ ഒരു വിൽപ്പന കേന്ദ്രം ബാനർജി ക്ലബിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇദ്ദേഹം
ഈ പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നതൊക്കെ വിൽക്കാൻ കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം അവരത് നിർത്തിവെച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് നല്ലൊരു കൃഷിസ്ഥലമായിരുന്നു. ഇപ്പോൾ ഇത്തിരി തളർച്ച വന്നു എന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നത്, ഇവിടെ പശുവുണ്ട്, ചാണകമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാണകം എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഒരു ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ഫ്രീ ആയിട്ട് ചാണകം തരും. പകരം ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിലുള്ള, ഇപ്പോൾ ആൾ പാഷൻ ഫ്രൂട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുണ്ടല്ലോ, അപ്പോൾ ആ പാഷൻ ഫ്രൂട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റമാണ്. പിന്നെ കൃഷിക്കാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹവും സൗഹൃദവും അതുപോലെ ഇതുപോലെയുള്ള സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു സംസ്കാരം ഉണ്ട്, പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും പലരും അതിന് തയ്യാറാണ്. നമ്മൾ അതിനൊന്ന് ശ്രമം നടത്തിയാൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ഓർഗാനിക് ഫാമിംഗ്. താങ്ക് യു.